ഹലോ, ഞങ്ങളിത് ഒരു വലിയ മല ഇറങ്ങി ഇങ്ങനെ പോവുകയാണ്. എവിടെയാണെന്നായിരിക്കും? മറയൂര്, കാന്തല്ലൂർ, കീളാന്തൂരുള്ള നല്ല അടിപൊളി വെള്ളച്ചാട്ടം കാണാൻ പോവാണ്. വെള്ളത്തിൽ കുളിക്കാൻ പോവാണ്. നല്ല അടിച്ച് പൊളിക്കാൻ പോവാണ്. കുളിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെ ഈ കയറ്റം കയറി വരുന്നൊന്നും അറിയില്ല. പാടാ ഇറങ്ങി നോക്കാം. ജീപ്പ് പോകുന്ന വഴിയൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങളൊന്ന് റിസ്ക് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. റിസ്ക് ആവുമോ എന്തോ നോക്കാം. അങ്ങനെതാ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. കാണുന്ന പോലെയൊന്നുമല്ല കേട്ടോ, ഐസും വെള്ളത്തിൽ നമ്മളിങ്ങനെ മുങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ട്. എനിക്കൊന്ന് മലേൻ്റെ മുകളിൽ കൂടെയൊക്കെ ഒലിച്ച് വരുന്ന നല്ല വെള്ളമാണല്ലോ, അതുകൊണ്ടായിരിക്കും ഇത്രയും തണുപ്പ്. അതായത് അതിൻ്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഈ ഒരു വെള്ളച്ചാട്ടം തലയിൽ വന്ന് വീഴുമ്പോൾ ആരോ കല്ലുകൊണ്ടൊക്കെ എറിഞ്ഞ പോലെ ഉണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. വെക്കേഷൻ ആയതുകൊണ്ടുള്ള ആൾക്കാർ മൊത്തം, പ്രത്യേകിച്ച് ചൂടുകാലം കൂടി ആയതുകൊണ്ട് എല്ലാവരും വെള്ളച്ചാട്ടത്തിൽ മുങ്ങി കുളിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ദാ 2 പേര് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. തണുപ്പ് കാരണമാണ് പോകാൻ ഇത്ര പ്രശ്നം. പക്ഷെ ഒന്ന് മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതുമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ടു പോകും. ഞാൻ എന്നിട്ടും ഇറങ്ങാണ്ട് കുറേ നേരം വലിയ സ്റ്റൈലാക്കി നിന്ന്, കാരണം അപ്പാര തണുപ്പെന്ന് പറഞ്ഞാൽ അപ്പാര തണുപ്പായിരുന്നു. പക്ഷേ പിന്നെ ഒന്നും നോക്കിയില്ല, രണ്ടും കൽപ്പിച്ച് അങ്ങ് ഇറങ്ങി അങ്ങ് ആസ്വദിച്ച് നിൽക്കുകയാണ്. അത്രയ്ക്കൊന്നുമില്ല, കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര വെള്ളച്ചാട്ടത്തിൽ ഇങ്ങനെ ഇറങ്ങുന്നത് കേട്ടോ. ഇത്രയും ഒരു ഫോഴ്സിൽ വരുന്ന വെള്ളത്തിൻ്റെ ഇടയിലൊന്നും ഞാൻ നിന്നിട്ടില്ല. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു ഇപ്രാവശ്യത്തെ വെക്കേഷൻ. അപ്പോൾ ഒന്നും കൂടെ ഞാൻ സ്ഥലം പറയാമെന്ന്. മൂന്നാർ, കാന്തല്ലൂർ, കീളാന്തൂരുള്ള വെള്ളച്ചാട്ടത്തിലാണ് ഞങ്ങളുള്ളത്. എൻ്റെ അമ്മ എന്തായാലും അപാരമായിട്ടുള്ള സംഭവമായിരുന്നു കേട്ടോ. പിന്നെ അതാ കുളിയൊക്കെ കഴിഞ്ഞ് ആഞ്ജനേയൻ മല തിരിച്ച് കയറുന്ന സീനാണിത്. ഹലോ, എന്തൊക്കെയായിരുന്നു ഇറങ്ങി പോകുമ്പോൾ ഒരാവേശമില്ല. പക്ഷെ എന്തായാലും വെള്ളച്ചാട്ടം സൂപ്പറായിരുന്നു. കയറ്റം രക്ഷയില്ല. അതെ അതെ, ഇത് ഞങ്ങൾ മാത്രം ഇറങ്ങുന്ന സ്ഥലമല്ല കേട്ടോ. ഇത് കാട്ടാനെ ഇറങ്ങുന്നില്ല. നോക്കി, ഒരു ചേട്ടനെ കണ്ടോ, നല്ല കൂളായിട്ട് നടന്നു പോകുന്നു. ഞങ്ങൾക്ക് വഴി കാണിക്കാനും ഞങ്ങളെ തിരിച്ച് സേഫായിട്ട് കൊണ്ടാക്കാനാണ് ചേട്ടൻ മുന്നിൽ പോകുന്നത്. ചേട്ടൻ നല്ല പുട്ട് പോലെയാണ് കയറി പോകുന്നത്. എനിക്കൊന്ന് സ്ഥിരം കയറി ഇറങ്ങാനുണ്ടെന്ന് തോന്നുന്നു. നീ കയറ്റം കയറ്റി വീണ്ടും ഇറങ്ങി.